Dear students, welcome back. Our present topic is debentures. We have discussed in detail about the term debentures in our previous class. We discussed about difference between share and debenture, that is how shares are differentiated from debentures. Then what are the various classification of debentures? Next, we just move into problem area, issue of debentures. The procedure of issuing debentures is more or less equal to issue of shares. As you know, as same in the case of shares, debentures are collected stage by stage, such as debenture application money, debenture allotment money, and debenture call money, as well as same in the case of issue of shares. Debentures can be issued at a par, at a premium, and also at a discount. Then there is no need of discussing issue of debentures in detail once again. In place of share application money, we use here debenture application money. In place of debenture allotment money, in place of share allotment money, we use debenture allotment money. And in place of share call money, we use debenture call money. Debenture first call money, debenture second and final call money. Okay, procedures are almost the same. In place of share capital, we use debenture. Okay, debentures account is to be credited here. Debenture account is to be credited in place of share capital. Okay, other procedures are same. Underline the sentence. In case of debentures, there is no chance of forfeiture and reissue. Why there is no forfeiture in case of debentures? Generally, debenture holders will not be failed. They will not fail allotment money or call money, because debenture holders will get interest at a fixed rate, as well as they will repay the amount of debenture after a stipulated period of time. Then, unlike in the case of shares, debenture holders will not be failed. Okay, then there is no question of forfeiture. If there is no forfeiture, there is no reissue. Okay, ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർഫീച്ചർ എന്ന ഒരു ചോദ്യം വരുന്നില്ല. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഫെയിലാവുന്നത് പോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിൽ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഫോർഫീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടതില്ല. ഫോർഫീച്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ റീഇഷ്യൂ എന്ന ഒരു കൺസെപ്റ്റും അവിടെ ഉയർന്നു വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ റിഡംഷനാണ്. ദാറ്റ് ഈസ് റീപേയ്മെൻറ്റ്. റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിഡംഷൻ എന്ന് വിളിക്കുന്നത്. റീപേയ്മെൻറ്റ് ഓഫ്
ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ എന്ന ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് പ്രോബ്ലമായിട്ട് ചെയ്യാനുള്ളത് റിഡംഷനാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് പോലെ തന്നെ ആണ് അതിൻ്റെ പ്രൊസീജിയർ എന്നതുകൊണ്ട് നമ്മളത് പ്രോബ്ലമായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പല രൂപത്തിൽ റിഡംഷൻ നടക്കാറുണ്ട്. റിഡംഷൻ സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അതായത് ഡിസ്ചാർജിങ് ഓഫ് ദ ലാബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത വകയിൽ കമ്പനിക്കൊരു ലാബിലിറ്റി ഉണ്ടല്ലോ, ആ ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നു. ആ ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ആ ബാധ്യതയിൽ നിന്നും കമ്പനി ഒഴിവാകുന്ന ഒരു പ്രോസസ്സാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിഡംഷൻ എങ്ങനെയൊക്കെ റെഡീം ചെയ്യാം, റിഡംഷൻ എങ്ങനെയൊക്കെ നടത്താം, ഡിബഞ്ചേഴ്സ് എങ്ങനെയൊക്കെ റെഡീം ചെയ്യാം. ഡിബഞ്ചേഴ്സ് can be redeemed at par or at a premium. Okay, at par or at a premium. ഡിസ്കൗണ്ടിന് റെഡീം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ആസ് പെർ കമ്പനീസ് ആക്ട് റിഡംഷൻ ഈസ് നോട്ട് ടു ബി മെയ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട്. പാറിനോ പ്രീമിയത്തിനോ റിഡംഷൻ നടത്താം. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നതിൽ തടസ്സമില്ല. ഇഷ്യൂ ക്യാൻ ബി അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. എന്നാൽ റിഡംഷൻ്റെ കാര്യത്തിൽ ഡിബഞ്ചർ റീപേയ്മെൻറ്റ് നടത്തുമ്പോൾ പാർ ഓർ പ്രീമിയമാണ്, അല്ലാതെ ഡിസ്കൗണ്ട് എന്നൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, നിങ്ങൾ പല രൂപത്തിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. മീൻസ് പല രൂപത്തിൽ റിഡംഷൻ നടത്താറുണ്ട്, പല മെത്തേഡുകളുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനി ഫണ്ട് കണ്ടെത്തുന്ന സോഴ്സ് നോക്കുമ്പോൾ പല രൂപത്തിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. അതായത് ലംസം ആയിട്ട് റിഡംഷൻ നടത്താറുണ്ട്. മീൻസ് ഒറ്റത്തവണ തിരിച്ചു കൊടുക്കുക. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ ഡിബഞ്ചർ കംപ്ലീറ്റ് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലും ഡ്രോയിങ് ലോട്ട്സ് എന്നൊക്കെ പറയും. ആനുവൽ ഡ്രോയിങ്സ്, ആനുവലി തവണകളായിട്ട് റെഡീം ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുപോലെ ഡിബഞ്ചറിനെ ഷെയറാക്കി മാറ്റുന്ന രൂപത്തിൽ ക്വസ്റ്റ്യൻ വന്നേക്കാം. കൺവേർട്ടിംഗ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ന്യൂ ഷെയർസ് അല്ലെങ്കിൽ ന്യൂ ഡിബഞ്ചേഴ്സ്. നിലവിലുള്ള ഡിബഞ്ചറിനെ ഷെയറാക്കി മാറ്റുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് പറയുന്ന സമയത്ത് കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം ഡിബഞ്ചേഴ്സിനെ ഷെയറാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ന്യൂ ഡിബഞ്ചേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അതും റിഡംഷനുള്ള ഒരു മെത്തഡാണ്, ഒരു വഴിയാണ്. ഓക്കെ, അതേപോലെ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനിയുടെ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ആവാം. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കേണ്ടത് കമ്പനി ഏത് സോഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി ഫണ്ട്, ഇങ്ങനെയൊക്കെ പറയാം. അതായത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ റിഡംഷൻ നടത്താൻ ഫണ്ട് വേണമല്ലോ. ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുകയാണല്ലോ റിഡംഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കമ്പനിക്ക് ഫണ്ട് വേണം. 10 lakhs റുപ്പീസിൻ്റെ ഡിബഞ്ചറാണ് റീപേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ 10 lakhs റുപ്പീസ് കമ്പനിക്ക് ആവശ്യമാണ് ആ ഒരു ടൈമിൽ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ 10 lakhs കമ്പനി എങ്ങനെ കണ്ടെത്തുന്നു, ആ 10 lakhs എവിടെ നിന്ന് കണ്ടെത്തുന്നു, എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സോഴ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേൺ, ആ ഒരു ലെവൽ കിടക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലംസമാണോ
അല്ലെ ഇൻസ്റ്റാൾമെൻ്റ് ആണോ, അല്ലെങ്കിൽ കൺവേർഷൻ ആണോ, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് എന്ന് പർച്ചേസ് ചെയ്യുന്നതാണോ. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ട കാര്യമാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണോ എന്ന്. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർപ്പസിന് വേണ്ടി പ്രത്യേകം ഒരു ഇഷ്യൂ കമ്പനി നടത്തുന്നു. ഡിബഞ്ചർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു. കമ്പനിക്ക് ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതിലൂടെ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കാനുള്ള ഫണ്ട് കണ്ടെത്താവുന്നതാണ്. അതാണ് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിൽ റിഡംഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് പ്രത്യേകത. ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ വേണ്ടി ന്യൂ ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യാം. കമ്പനീസ് ആക്ട് തടസ്സപ്പെടുത്തുന്നില്ല. ഓക്കെ, ന്യൂ ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് ഓഫ് ഓൾഡ് ഡിബഞ്ചേഴ്സ്. അതാണൊരു മാറ്റം. ഓൺലി ചേഞ്ച് ഈസ് ദാറ്റ് ന്യൂ ഷെയർ ക്യാപിറ്റൽ ഓർ ഡിബഞ്ചേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദ പ്ലേസ് ഓഫ് ഓൾഡ് ഡിബഞ്ചേഴ്സ്. ഈ ഒരു സോഴ്സ് ഉപയോഗിക്കുമ്പോൾ, അതായത് റിഡംഷൻ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ആകെ വരുന്ന മാറ്റതാണ്. പഴയ ഡിബഞ്ചറിൻ്റെ സ്ഥാനത്ത് പുതിയ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആസ് ദ കേസ് മേ ബി, എന്താണോ ഇഷ്യൂ ചെയ്യുന്നത്, ഫ്രഷ് ഇഷ്യൂ, അത് ഷെയർ ആവാം അല്ലെങ്കിൽ ഡിബഞ്ചർ ആവാം, അങ്ങനെ ഫണ്ട് കണ്ടെത്തി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കമ്പനി ഏത് മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്, ഏത് സോഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ജേർണൽ എൻട്രി ഒക്കെ പാസ് ചെയ്യണം. ജേർണൽ എൻട്രി എഴുതാനും ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കാനൊക്കെ ചോദിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഓരോന്നിനും ജേർണൽ എൻട്രി ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം എന്താണ് റിഡംഷൻ എന്നുള്ള കൺസെപ്റ്റ് പരിചയപ്പെടുത്താണ്. ശേഷം നമുക്ക് ഓരോന്നിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് ജേർണലൈസ് ചെയ്ത് പരിചയപ്പെടാം. ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ ചെയ്യാം. നെസസറി ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട്, കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, സർപ്ലസ്, റിസർവ്സ്, ഇത് യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് അതിൽ നിന്നും ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയും. DRR നിർബന്ധമാണ്. കമ്പനി പ്രോഫിറ്റാണ് റിഡംഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ആനുവലി ഒരു ഫണ്ട് സെറ്റ് അസൈഡ് ചെയ്തിരിക്കണം. പ്രോഫിറ്റിൽ നിന്നും ഒരു ഫണ്ട് മാറ്റി വെച്ചിരിക്കണം. ആ ഫണ്ടിൻ്റെ പേരാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറയാം. കറക്റ്റ് എന്താണ്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഫണ്ടെന്ന് പറയുമ്പോൾ അർത്ഥം മാറിപ്പോവും. അത് നിങ്ങൾക്ക് തൊട്ട് താഴെ നെക്സ്റ്റ് മെത്തേഡ് പറയുമ്പോൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയാത്തത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്നാണ് പറയുക. DRR ക്രിയേറ്റ് ചെയ്യണം. കമ്പനി പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആനുവലി DRR ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ജേർണൽ എൻട്രി എന്താണെന്നൊക്കെ പറയാം. ഓരോ മെത്തേഡും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ മൊത്തത്തിൽ റിഡംഷനെ പരിചയപ്പെടുത്തുകയാണ്. ദെൻ റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി ഫണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ DRR ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. എന്നാൽ അതേപോലെ പ്രോഫിറ്റിൽ നിന്നും സെറ്റ് അസൈഡ് ചെയ്യുന്ന ഫണ്ടുകളാണ് സിങ്കിങ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഫണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. മീൻസ് ഇങ്ങനെ പ്രോഫിറ്റിൽ നിന്നും വർഷാവർഷം സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട്, മാറ്റിവെക്കുന്ന എമൗണ്ട്, പ്രോഫിറ്റ്, അത്
ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം ഫണ്ടുകളെ റിസർവിനെ മാറ്റിവെക്കുന്ന അത്തരം റിസർവിനെ വിളിക്കുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഫണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. അതൊരു ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവും ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബിസിനസ്സിനകത്ത് തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലുള്ള ഡിബഞ്ചർ റിഡംഷൻ റിസർവാണ്. ഇനി ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേര് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നാണ്, അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്നാണ്. പേര് പറയുന്നത് പോലെ തന്നെ സിങ്കിങ് എന്ന് പറഞ്ഞാൽ കാണാത്തത് എന്നല്ലേ, മുങ്ങിത്താഴുക എന്നൊക്കെയാണ് സിങ്കിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാണാത്ത ഫണ്ട്, ബിസിനസ്സിൽ അതിനെ കാണുന്നില്ല. വർഷാവർഷം പ്രോഫിറ്റിന് സെറ്റ് അസൈഡ് ചെയ്തിട്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ഫണ്ടിനെ വിളിക്കുന്നത് സിങ്കിങ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഫണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ. ഇനി മറ്റൊരു മെത്തേഡ് നമ്മൾ ഇടയിൽ പറഞ്ഞിരുന്നു, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇത് പോസിബിൾ അല്ല. എന്തുകൊണ്ട്? ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് റിഡംഷൻ നടത്താൻ പറ്റുമോ? അത് വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന്. ആ ഒരു പർപ്പസിന് വേണ്ടി, റിഡംഷൻ റീപേയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഫ്രഷ് ക്യാപിറ്റൽ, ഫ്രഷ് ഇഷ്യൂ നടത്തുന്നു, അല്ലെങ്കിൽ ഫ്രഷ് ന്യൂ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു, അങ്ങനെ ഫണ്ട് കണ്ടെത്തുന്നു. ആ സമയത്ത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന ഒരു മെത്തേഡ് ഉണ്ട് എങ്കിൽ അത് ക്യാപിറ്റലിന് ഇഫക്റ്റ് ചെയ്യൂലേ? വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയെ ഇഫക്റ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെഡീം ഡിബഞ്ചേഴ്സ് പ്യുവർലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, പ്യുവർലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ പറ്റില്ല. എങ്ങനെയാവാം? ഓൺലി 50% ഓഫ് ദ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി redeemed out of capital. It may be noted that even in practice, redemption of debentures out of capital is not a sound financial policy. നിയമതടസ്സങ്ങളൊന്നുമില്ല എങ്കിലും ഇതൊരു സൗണ്ട് ഫിനാൻഷ്യൽ പോളിസി അല്ല. ഓക്കെ, നല്ലൊരു സ്ഥാപനത്തിന് ചേർന്ന പരിപാടി അല്ല റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആവാം, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആവാം. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് പാർട്ട്ലി ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ അതാവാം. 50% ഓഫ് ദ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി redeemed ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ബാക്കി 50% പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടും, പ്രോഫിറ്റ് എത്ര യൂസ് ചെയ്യുന്നോ അത്രയും ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്നും കാര്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു ഷോർട്ടേജേക്കുള്ള ജേണൽ എൻട്രി, അതുപോലെ ലെഡ്ജർ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള, സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയുന്ന മെത്തേഡ് ഇന്നത് എന്നൊന്നും സ്പെസിഫൈ ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു കൊള്ളണമെന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മെത്തേഡ് മനസ്സിലാക്കണം. സിങ്കിങ് ഫണ്ട് മെത്തേഡൊക്കെ ആണെങ്കിൽ അതും പ്രോഫിറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് സിങ്കിങ് ഫണ്ടായി മാറുന്നു എന്ന് മാത്രം. തിയറിറ്റിക്കലി ഉള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം മെത്തേഡുകളാണെങ്കിൽ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. ഓക്കെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള ഷോർട്ടേജേക്കുള്ള ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്താണ് റിഡംഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, റിഡംഷൻ എന്നുള്ള കൺസെപ്റ്റ്, ഡിബഞ്ചർ എന്താണെന്നും ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും, അതുപോലെ പലതരം ഡിബഞ്ചറുകളെക്കുറിച്ചും, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ റിഡംഷനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അത് സാഹചര്യം അനുസരിച്ച് നമ്മൾ പെരുമാറണം. പല രൂപത്തിലാണ് ഉണ്ടാവുന്നത്. ഫുള്ളായിട്ട് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാവും. അതിന് പറയുന്ന പേരാണ് ലംസം എന്നാണ്. റിഡംഷൻ അറ്റ് ലംസം, ഒന്നിച്ച് ലംപ് സം.
LUMPSUM, lump sum. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലുണ്ടാവാം. അങ്ങനെ ആകുമ്പോൾ ആനുവലി വിഡ്രോ ചെയ്യുക. ആനുവലി വിഡ്രോ ചെയ്യുന്ന ഒരു പരിപാടി. 5 lakhs ആണ് ഡിബഞ്ചർ എമൗണ്ട് എങ്കിൽ 1 lakhs 1 lakhs അങ്ങനെ 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ വി ഹാവ് ടു ജേർണലൈസ് ആൻഡ് പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചിലപ്പോൾ അപൂർവമായിട്ട് ഈ ഒരു ഡിബഞ്ചറിൻ്റെ ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരും, റിഡംഷൻ കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൻ്റെ പൊസിഷൻ, ഫൈനാൻഷ്യൽ പൊസിഷൻ, ഡ്രോ ദ പിക്ചർ ഓഫ് ബാലൻസ് ഷീറ്റ് സൂൺ ആഫ്റ്റർ റിഡംഷൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും നമ്മൾ അറിയണം. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് സോഴ്സാണ്. സോഴ്സ് നോക്കാം, മെയിനായിട്ട് അതാണ്. സോഴ്സ് ഞാൻ പറഞ്ഞു, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, അതേപോലെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ദെൻ റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. പിന്നെ പ്രോഫിറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സിങ്കിങ് ഫണ്ട്, റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്, ഓർ ഇൻഷുറൻസ് പോളിസി ഫണ്ട്, ഓർ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഓർമ്മിക്കാനുള്ള കാര്യം റിഡംഷൻ വയ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻറ്റു ഷെയർസ്, കൺവേർഷൻ ഇൻറ്റു ഷെയർസ് ഓർ ന്യൂ ഡിബഞ്ചേഴ്സ്, അങ്ങനെയും റിഡംഷൻ ആവാം. ഓക്കെ, റിഡംഷൻ മീൻസ് തിരിച്ചു കൊടുക്കാൻ മീൻസ് അത് ക്യാൻസൽ ചെയ്യാണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു ഡിബഞ്ചർ ഇനി ഇല്ല, അതാണ് സംഗതി. അപ്പോൾ അങ്ങനെ കൺവേർഷനും ആവാം, അതേപോലെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യലും ആവാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനുള്ള എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ലെറ്റ് us see again with some practical examples regarding redemption of debentures. Thank you for all.